ഹായ് ഹലോ നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ ഞങ്ങൾ ചെറിയൊരു ട്രിപ്പ് പോയിട്ടുണ്ടായിരുന്നു മൂന്നാർക്ക്. അപ്പോൾ അതിൻ്റെ വിശേഷങ്ങൾ അടങ്ങിയൊരു വീഡിയോ ആണ്. അപ്പോൾ ആദ്യം തന്നെ കൂട്ടുകാരാരെങ്കിലും പുതുതായിട്ട് ചാനൽ കാണുന്നവരുണ്ടെങ്കിൽ ഇഷ്ടപ്പെട്ടാലൊന്ന് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുതേ. അങ്ങനെ ഞങ്ങൾ രാത്രി ഒരു 10 മണിയൊക്കെ ആയപ്പോഴാണ് ഇവിടെ നിന്ന് ഇറങ്ങിയത്. 2 ബസ് ആൾക്കാരുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഫാമിലി ടൂറാണ്. അപ്പോൾ ഒരുപാട് ആൾക്കാരുണ്ടായിരുന്നു. ഞങ്ങൾ ഒരു 6:30 ആയപ്പോൾ ഇവിടെ എത്തിയിട്ട് നേരെ റൂമിലേക്കാണ് കേട്ടോ പോയത്. റൂമിൽ ചെന്നിട്ട് കുളിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് വേണം ചായയൊക്കെ കുടിക്കാൻ വേണ്ടിയിട്ട് ഇറങ്ങുക. അപ്പോൾ ഒരുപാട് റൂമും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇവിടെ. അപ്പോൾ ഓരോ റൂമിൽ 2-3 ആൾക്കാരൊക്കെ കയറിയിട്ടുണ്ടായിരുന്നു കുളിക്കാനൊക്കെ വേണ്ടിയിട്ട്. അങ്ങനെ കുളിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് കുറേ ആൾക്കാരൊക്കെ താഴേക്ക് ചായയൊക്കെ കുടിക്കാൻ വേണ്ടിയിട്ട് ഇറങ്ങി. അങ്ങനെ ഓരോരുത്തരായിട്ട് അങ്ങനെ ഇറങ്ങണുണ്ട്. ഇവിടെ ആണെങ്കിൽ നല്ല കുത്തനെയാണ് കേട്ടോ. അപ്പോൾ ഇറങ്ങുമ്പോൾ ചെറുതായിട്ട് സ്ലിപ്പ് ആവണമൊക്കെ ഉണ്ട്. അങ്ങനെ ഓരോരുത്തർ ഇങ്ങനെ ശ്രദ്ധിച്ചിറങ്ങി ഹോട്ടലിലെത്തിയിട്ടു. റൂമിൻ്റെ നേരെ താഴെയായിരുന്നു ഹോട്ടൽ. അപ്പോൾ അവിടെ എത്തി ചായയൊക്കെ കുടിച്ചിട്ട് ഞങ്ങൾ നേരെ കാൽവരി മൗണ്ട് കാണാനാണ് കേട്ടോ കയറിയത്. അപ്പോൾ കുറേ ആൾക്കാർക്ക് നടക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുള്ള ആൾക്കാരൊക്കെ വണ്ടിക്ക് വേണ്ടിയിട്ട് അവിടെ വെയിറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെ നടന്ന് കാഴ്ചകളൊക്കെ കാണുന്നത് നല്ല രസമല്ലേ. അപ്പോൾ അതുകൊണ്ട് ഞങ്ങളൊന്നും വണ്ടിയിൽ കയറിയിട്ടില്ല. അപ്പോൾ ഇങ്ങനെ നടന്ന് കയറുമ്പോൾ ഓരോ കാഴ്ചകൾ ഇങ്ങനെ ആസ്വദിച്ച് ഇങ്ങനെ കണ്ട് നടക്കാമല്ലോ. കുറേ പോണ്ടില്ലേ ലച്ചുമോളെ? നല്ല രസമുണ്ടല്ലേ? അല്ല നിവർത്തിയില്ല. അങ്ങനെ നടന്ന് ഏകദേശം ഇങ്ങോട്ട് എത്തിയിട്ടുണ്ട്. അപ്പോൾ ഒരുപാട് ആൾക്കാർ ജീപ്പിലൊക്കെ കയറി പോയിട്ടുണ്ട്. അധികം ദൂരമൊന്നും ഇല്ലല്ലോ, അപ്പോൾ നമുക്ക് നടക്കാമല്ലോ എന്ന് പറഞ്ഞപ്പോൾ കുറേ ആൾക്കാർ നടന്നു കേട്ടോ. പക്ഷേ ഏകദേശം ഇങ്ങോട്ട് നടന്നെത്തിയപ്പോഴാണ് ഒരുപാട് ദൂരമായിട്ട് തോന്നിയിട്ടുണ്ടായിരുന്നത്. അങ്ങനെ കയറി മക്കളെയൊക്കെ കൊണ്ട് കയറി മുകളിലെത്തിയിട്ടോ. ഇനി ഇവിടുത്തെ കുറച്ച് കാഴ്ചകൾ കാണിച്ചു തരാം. എന്താണ് അങ്ങനെതാ ഞങ്ങളെല്ലാവരും കൂടിയിട്ട് ദാ ഇവിടെ തടാകത്തിലെത്തിയിട്ടുണ്ട്. അപ്പോൾ ഇവിടെ നല്ല ഭംഗിയുണ്ട് കേട്ടോ കാണാൻ. നല്ല മഞ്ഞും വെയിലും നല്ല തണുത്ത കാറ്റും ഒക്കെ ഉണ്ടായിട്ട് നല്ല രസമുണ്ടായിരുന്നു കേട്ടോ. വെയിലുണ്ടെങ്കിലും ചൂടറിയാനേ കഴിഞ്ഞിട്ടില്ല. നല്ല രസമുണ്ടായിരുന്നു കാണാൻ. മഞ്ഞൊക്കെ ഇങ്ങനെ മൂടിക്കിടക്കണ കാണാൻ നല്ല രസമുണ്ടായിരുന്നു. അപ്പോൾ ഇവിടുന്ന് കുറേ ആൾക്കാർ ഫോട്ടോസൊക്കെ എടുത്തു. ബാലുക്കുട്ടനും ലച്ചുമോളും താഴേക്കൊന്നും ഇറങ്ങിയിട്ടില്ലായിരുന്നു. അല്ലുക്കുട്ടനാണ് താഴേക്ക് ഇറങ്ങി. അല്ലുക്കുട്ടൻ്റെ ഫ്രണ്ട്സിൻ്റെ കൂടെയൊക്കെ നിന്നിട്ട് അല്ലുക്കുട്ടൻ കുറേ ഫോട്ടോസൊക്കെ എടുക്കുന്നുണ്ട് കേട്ടോ. അവനാണെങ്കിൽ ഞങ്ങളുടെ കൂടെ നിന്ന് ഫോട്ടോസ് എടുക്കാൻ ഭയങ്കര മടിയാണ്. അവൻ്റെ ഫ്രണ്ട്സിൻ്റെ കൂടെ നിന്ന് ഫോട്ടോ എടുക്കാൻ മടിയില്ല കേട്ടോ. ഞങ്ങൾ കുറേ വിളിച്ചു, വാ അല്ലു നമുക്ക് ഫോട്ടോസൊക്കെ എടുക്കാമെന്ന് പറഞ്ഞിട്ട് അവനെ വിളിച്ചിട്ട് അവൻ വരുന്നേ ഇല്ല. അങ്ങനെ ഞങ്ങൾ കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു. പിന്നെ അവനെ കുറേയൊക്കെ പിടിച്ച് നിർത്തിയിട്ടാണ് കുറേ ഫോട്ടോസൊക്കെ എടുക്കാൻ അവൻ നിന്നിട്ടുണ്ടായിരുന്നത്. ഇപ്പോഴത്തെ കാഴ്ചകളൊക്കെ കണ്ട് ഇവിടെ കുറേ സമയം നിന്നു. അപ്പോൾ ഇവിടെ നിന്നിട്ടാണെങ്കിൽ നല്ല പേടിയുണ്ട് കേട്ടോ. കാലൊന്ന് സ്ലിപ്പായാൽ താഴെ എത്തും. അപ്പോൾ ലച്ചുമോളെ കയ്യിൽ നിന്ന് ഒരു കുപ്പി ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതൊക്കെ ഇങ്ങോട്ട് താഴേക്ക് അങ്ങോട്ട് ഉരുണ്ട് പോയിട്ട് കാണാനേ പറ്റിയിട്ടില്ല. അതങ്ങോട്ട് താഴെ കുറേ ആൾക്കാർ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇവരിങ്ങനെ ഓരോരുത്തരിങ്ങനെ ഇറങ്ങുന്നുണ്ട് കേട്ടോ, നല്ല ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഞാനും ലച്ചുമോളും ഏട്ടനും ഒന്നും ഇറങ്ങിയിട്ടില്ലായിരുന്നു താഴേക്ക്. പിന്നെ ഇങ്ങോട്ട് കയറാൻ പ്രയാസമാവും വിചാരിച്ചിട്ട് ഞങ്ങൾ കയറിയിട്ടില്ലായിരുന്നു. അങ്ങനെ താഴത്തെ കാഴ്ചകളൊക്കെ കണ്ട് ഇവിടെ കുറേ പൂക്കളൊക്കെ ഉണ്ട് കേട്ടോ. ഇവിടുന്ന് കുറേ ഫോട്ടോസ് ഇവിടുന്ന് എടുത്തു.
അങ്ങനെ കാഴ്ചകളൊക്കെ കണ്ട് കഴിഞ്ഞ് താഴേക്ക് ഇറങ്ങാനുള്ള പരിപാടിയിലാണ്. അപ്പോൾ ഇങ്ങനെ ഇവിടെ ചെറിയൊരു കട ഉണ്ട്. അപ്പോൾ ഇവിടുന്ന് ലച്ചുമോക്കും ബാലക്കുട്ടനൊക്കെ ഐസ് വേണമെന്ന് പറഞ്ഞിട്ട് അവർക്ക് ഐസൊക്കെ വാങ്ങി താഴേക്ക് ഇറങ്ങിയപ്പോൾ ഇവിടെ തേയില കട്ട് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇത് കാണാൻ നല്ല രസമുണ്ട് കേട്ടോ. ഇവരിങ്ങനെ എന്ത് സ്പീഡിലാണ് അറിയോ ചെയ്യുന്നത്. അങ്ങനെ അതൊക്കെ കണ്ട് ഞങ്ങൾ താഴെ എത്തി ബസ്സിൽ കയറി നേരെ രാമക്കൽമേട് കാണാൻ വേണ്ടിയിട്ടാണ് പോയത്. ഇവിടെ എത്തിയപ്പോൾ നല്ല വെയിലുണ്ട് കേട്ടോ. ആ വെയിൽ കണ്ടപ്പോൾ എല്ലാവർക്കും ഇറങ്ങാൻ നല്ല മടിയുണ്ട് കേട്ടോ. വെയിലാണ്, കുടയും കാര്യങ്ങളൊന്നും എടുത്തിട്ടില്ല എന്ന് പറഞ്ഞിട്ട് കുറേ ആൾക്കാരൊക്കെ ഇങ്ങനെ ചവിട്ടി പിടിച്ച് ഇങ്ങനെ ബസ്സിൽ ഇങ്ങനെ ഇരുന്നു. ഇറങ്ങണോ ഇറങ്ങണ്ടേ എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ നിന്നു. പക്ഷേ പുറത്തിറങ്ങിയപ്പോൾ വെയിലിൻ്റെ ചൂട് അറിയണേ ഇല്ല. നല്ല തണുത്ത കാറ്റിങ്ങനെ അടിക്കുന്നുണ്ട് കേട്ടോ. ഇവിടുത്തെ കാഴ്ചകളൊക്കെ കണ്ടിട്ട് ഞങ്ങൾ നേരെ പോയത് ചോറിനാൻ വേണ്ടിയിട്ടാണ്. അങ്ങനെ ചോറിനലൊക്കെ കഴിഞ്ഞിട്ട് നേരെ ഞങ്ങൾ വ്യൂ പോയിൻ്റ് കാണാൻ വേണ്ടിയിട്ടാണ് പോയത്. അങ്ങനെ ട്രക്കിങ്ങിൽ കയറിയിട്ട് വേണം അവിടെ എത്താൻ. അപ്പോൾ അവിടെ എത്തി അവിടുത്തെ കാഴ്ചകളൊക്കെ ഇങ്ങനെ കുറച്ച് സമയം നോക്കി നിന്നിട്ടുള്ളൂ കേട്ടോ. ഇങ്ങനെ അറ്റത്തേക്ക് വന്ന് ഇങ്ങനെ നോക്കി നിന്നിട്ടപ്പോൾ ഭയങ്കര പേടിയാവും കേട്ടോ. അപ്പോൾ ഞാൻ പെട്ടെന്ന് തന്നെ മക്കളെയൊക്കെ കൂട്ടി ഞങ്ങൾ വേഗം തന്നെ ഇവിടുന്ന് തിരിച്ചു പോന്നു. അപ്പോൾ തിരിച്ചു പോന്നിട്ട് പിന്നെ പോയത് ആമപ്പാറ കാണാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇതും തന്നെ ഇങ്ങനെ ട്രക്കിങ്ങിൽ വേണം ഇങ്ങോട്ട് എത്താൻ. അപ്പോൾ ഈ യാത്ര എന്താ പറയുക, ഭയങ്കര ഭയാനകരമായൊരു യാത്രയായിരുന്നു കേട്ടോ. കാരണം മക്കളെയൊക്കെ കൊണ്ട് ഇങ്ങനെ പോന്നിട്ട് പിന്നെ ഇങ്ങോട്ട് കയറണ്ടില്ലേന്നോ എന്നുള്ളൊരവസ്ഥയിലായി കേട്ടോ. അങ്ങനെ എന്തായാലും ദൈവം സഹായിച്ച് ഞങ്ങളെല്ലാവരും മുകളിലെത്തി. അപ്പോൾ മുകളിലെത്തിയിട്ടുള്ള കുറച്ച് കാഴ്ചകളൊക്കെ ഇനി കാണിച്ചു തരാം. അപ്പോൾ ഇതിനുള്ള ടിക്കറ്റും കാര്യങ്ങളൊക്കെ അവർ ജീപ്പിൽ കൊണ്ടുവന്ന ആൾക്കാർ അവരെടുത്ത് തരാമെന്ന് പറഞ്ഞു. അപ്പോൾ ഞങ്ങൾ ഒരുപാട് ആൾക്കാരുള്ളതുകൊണ്ട് കുറച്ച് ആൾക്കാർക്ക് കുറച്ചിട്ട് തരാം, നിങ്ങൾ ഓരോരുത്തരായിട്ട് ടിക്കറ്റും കാര്യങ്ങളൊന്നും എടുക്കണ്ട, അപ്പോൾ ഒരുപാട് പൈസയാവും എന്ന് പറഞ്ഞിട്ട് അവരാണ് എല്ലാവർക്കും ഉള്ള ടിക്കറ്റും കാര്യങ്ങളൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഓരോരുത്തരായിട്ട് ഇങ്ങനെ ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ചെറിയ മക്കളൊക്കെ കൊണ്ട് ഒരുപാട് ആൾക്കാരുണ്ട് കേട്ടോ. അപ്പോൾ പ്രായമായ കുറച്ച് ആൾക്കാരൊക്കെ അവിടെ തന്നെ ഇരുന്നു, ഞങ്ങൾ വരുന്നില്ല, ഞങ്ങൾക്ക് ബുദ്ധിമുട്ടാണെന്ന് പറഞ്ഞിട്ട് അവർ കുറച്ച് ആൾക്കാർ അവിടെ മുകളിൽ തന്നെ നിന്നു. അപ്പോൾ ഓരോരുത്തരായിട്ട് ഇങ്ങനെ ഇറങ്ങിക്കൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ചെറിയൊരു ഇട മാത്രമേ ഉള്ളൂ. അപ്പോൾ ആ ഇടയിൽ കൂടെ ഇങ്ങനെ കടന്നിട്ട് വേണം ഇതിൻ്റെ ഉള്ളിലെത്താൻ. അല്ലുക്കുട്ടനും ബാലക്കുട്ടനും ആണെങ്കിൽ മുന്നിലെത്തിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അവർക്ക് പേടിയൊന്നുമില്ല, അവരങ്ങനെ ഇറങ്ങി പോകുന്നുണ്ട്. അപ്പോഴേക്കും തന്നെ ചെറിയൊരു പേടിയുണ്ട്, ചെറിയ മക്കളൊക്കെ കൊണ്ടുപോരല്ലേ എന്ന് പറഞ്ഞിട്ട് ചെറിയൊരു പേടിയുണ്ട്. എന്നാലും വേണ്ടില്ല, ഏതായാലും വന്നതല്ലേ, അപ്പോൾ ഇതൊക്കെ ഒന്ന് കാണേണ്ട കാഴ്ചയും കൂടെ അല്ലേ വിചാരിച്ചിട്ട് അങ്ങനെ ഈ പാറേൻ്റെ ഉള്ളിൽ കൂടെ അങ്ങനെ പോയിട്ടോ. എന്തിനാണ് മുക്കാലെടുത്ത് കളങ്ങാത്തൊരു പണി? അല്ല അതെ അതാക്കി കൊഞ്ഞാളിലേക്കറ ലച്ചു ഹായ് പറഞ്ഞ നമ്മളൊക്കെ തേടിക്കണം.
അവിടുത്തെ കാഴ്ചകളൊക്കെ കണ്ട് ഞങ്ങൾ പിന്നെ പോയത് കുറവൻകുറത്തി മല കാണാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അവിടെ എത്തിയപ്പോൾ എൻ്റെ ഫോണിലത്തെ ചാർജും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അധികം വീഡിയോസും കാര്യങ്ങളൊന്നും എനിക്ക് എടുക്കാൻ കഴിഞ്ഞിട്ടില്ല. അപ്പോൾ ഒരുപാട് കാഴ്ചകളുണ്ട് കേട്ടോ ഇവിടെ കാണാൻ. അപ്പോൾ ഇത് മാത്രം അങ്ങോട്ട് എടുത്തപ്പോഴേക്കിന് തന്നെ ഫോൺ സ്വിച്ച് ഓഫായി. അപ്പോൾ വൈകുന്നേരം സമയമായി. അപ്പോൾ ഇതാ കുറേ ആൾക്കാർ ഇവിടെ റീൽസൊക്കെ എടുക്കുന്നുണ്ട് കേട്ടോ. ഞങ്ങളുടെ കൂട്ടത്തിൽ വന്ന കുറേ മക്കളുണ്ടായിരുന്നു. അവർ കുറേ റീൽസും കാര്യങ്ങളൊക്കെ എടുത്ത് ഞങ്ങൾ കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിയിട്ട് ഞങ്ങൾ തിരിച്ച് ബസ്സിൽ കയറി കേട്ടോ. ബസ്സിൽ കയറിയപ്പോൾ പിന്നെ പാട്ടും ഡാൻസൊക്കെ ആയിട്ട് അങ്ങനെ കുറേ സമയം കുറേ ആൾക്കാർ പാട്ട് പാടി കേട്ടോ. എല്ലാവരുടെ പാട്ടും കേട്ടപ്പോൾ ഇങ്ങനെ പാടാനൊരാഗ്രഹം. അപ്പോൾ ഞാനും അമ്മും പാട്ടൊക്കെ പാടി സന്തോഷമായിട്ട് ഞങ്ങൾ തിരിച്ചു പോന്നു. അപ്പോൾ ഇത്രയൊക്കെയുള്ള ഇന്നത്തെ വിശേഷങ്ങൾ. കണ്ടിഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.